പറയണേ ഗൈസ്, നമുക്ക് അപ്പോഴത്തേക്കിന് ഡിസ്കോ ട്രോൾസ് നോക്കാം. വെറി എന്തിനാണ് വെറി? വെറി ദേഷ്യത്തിനല്ലേ വെറി എന്ന് പറയണ? മറ്റേ തമിഴ് വാക്കാണ്, തമിഴാണ് വെറി എന്ന് പറഞ്ഞ. വെറി എന്ന് പറഞ്ഞ തമിഴല്ലേ? തരിപ്പ് തരിപ്പ്. When Dharma rises, he will fall. അടുത്ത ടർഫ് സ്റ്റാർട്ട് ആയില്ലേ? വെറി മീൻസ് വാശി. അത് തന്നെ. ഇതിന്റെ മ്യൂസിക്കാണ് ഹാൻസമർ എ റഹ്മാനും കൂടിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിന്റെ അടുത്തൊക്കെ. നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന വേണ്ടടാ, ഇനി പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇനി വീണ്ടും വീണ്ടും പറയണോ? 15 സ്ട്രീക്ക് എത്ര കാര്യം നിന്നിട്ടുണ്ട് ഇങ്ങനെ. അണ്ടാ ഒരു കാര്യം പറയട്ടെ, മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രീക്കിൽ നിൽക്കണ ഫസ്റ്റ് ഗ്യാങ് നമ്മളാ. എന്റെ മുകളിലുള്ള വെക്കമുണ്ടാ? ഇല്ല. അത് ഇങ്ങനത്തെ ഒരു ലോബിയിലല്ലേ? അതും ഇത് പറയുമ്പോ ഉണ്ടല്ലോ, ഇപ്പം KVA ഫാൻസ് ആണെങ്കിലും KVA ആൾക്കാരാണെങ്കിലും ലൈക്ക് അവര് നമ്മുടെ അടുത്ത് നന്നായിട്ട് പോകുന്നതുകൊണ്ട് ഒന്നും പറയില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് KVAക്ക് വേണ്ടി താങ്ങി പിടിക്കാൻ വേണ്ടി വേറെ കുറെ അവന്മാരാ സംസാരിക്കുന്നത്. ആ കമന്റിൽ ജസ്റ്റ് യൂട്യൂബ് കമന്റിലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കണം. അതിന് മുമ്പത്തെ കമന്റ് ആർക്കെതിരെ ഇട്ടേക്കുന്നേ എന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഈ സാധനം ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിലെല്ലാം KVA വെച്ച് പറയണത് വേറെ കുറച്ച് ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് കാസ്ട്രോയ്ക്കും മനസ്സിലായി, അവർക്കും മനസ്സിലായി. അല്ലാതെ അത് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ വയ്യ. അണ്ണ ന്യൂ ഗേൾ ഫ്രണ്ട് സെറ്റായെന്ന്. കഴിഞ്ഞ ആഴ്ച ഒരു 2 പേരെ കൊണ്ടുവരുന്നല്ലടാ ഇവൻ. അല്ല, നമ്മുടെയൊക്കെ ഒരു മീറ്റിങ്ങിലോ നമ്മുടെയൊക്കെ ഒരു ഇതിലോ എന്തേലും പാടാനൊക്കെ പറഞ്ഞ അയ്യോ എനിക്ക് ശബ്ദമില്ല, ബാക്കി എല്ലാ അവളുമാരുടെ അടുത്ത് പോയി കന്നഡ പാട്ട്, ഏത് മറാത്തി പാട്ട്, ഡബ്ബ് വരെ ചെയ്യും. എന്നിട്ട് अर्ज किया है हमने भी, लिखा कुछ तेरे बारे में है, ऐसे तो लगे कि गुलाब है, और ऐसे तो लगे कि गुलाब है, भागों में दिल के खिल के इन सजाओं में चाहे को है, और वैसे हम तो तेरे. ഇവനെ കൊണ്ട് ഈ പാട്ട് നമുക്ക് പാടിക്കണം കേട്ടാ. ഇവിടെ കറണ്ട് പോയേ. പത്തനംതിട്ടയിലെത്തി കറണ്ട് പോയി. और वैसे हम तो तेरे ही गुलाम हैं, बादशाह दिल की तेरी, बाकी में जो तो യഥാർത്ഥത്തിലോ സാവേജ് അടിച്ചെടുത്ത് 2 അവർ ബാക്കപ്പ് ഇല്ലേ ബ്രോ? എന്റെ ഇവിടുത്തെ ഇൻവെർട്ടർ ഒരു 12 മണിക്കൂർ നിൽക്കും. डूबे दिलों की या ना बनूं मैं, खुद तैर पाऊं ना आँखों में, शायर थी फितरत में ही डूबना, क्या ही लड़ो तूफानों से, तेरे भाले मेरे हाथों हैं. ഈ 2 മിനിറ്റും 5 സെക്കൻഡും ഇവനെ ഇരുത്തി പാടിക്കണം, പാടിക്കണം. അപ്പൊ ബാങ്ക് വിളിക്കുമ്പോൾ ഒരു സാധനം ഇടുവൻ, ഞാൻ പുറപ്പാണ് കണ്ടോ സാധനം ഇടുവൻ. വോളസിം ഇവിടെ നമ്മൾ കണ്ട മറ്റേതല്ലേ? ഞാൻ ഒന്നും ഇല്ല, പുതുമയായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. അതിനകത്ത് പുതുമയൊന്നും ഇല്ല. പുതുമയൊന്നും ഇല്ല, ആളുടെ പേര് മാത്രം വ്യത്യാസം.
എല്ലാം same. ബാക്കി എല്ലാം same. ഇത് എപ്പോഴും ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ മാറി. അതെ, അതിനെ കുറിച്ച് ചിന്തിച്ചാ മതി. വേറെ അത്ഭുതം ഇല്ല. ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനായിട്ട് ഇങ്ങനെ ഓരോരോ ഡ്രോയില് വരും. തലപോണ കേസൊന്നും അല്ലല്ലോ ബ്രോ. ഇത് പുതുതായിട്ട് എന്താ ചെയ്യണം ഇവര്? കഴിവില്ലാത്ത കണ്ടികൾ ഇത് കളിക്കില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അല്ല റോബ്ലോക്സ് കളിക്കാൻ പോടാ. ഇവനൊക്കെയാണ് മറ്റേ പണ്ടത്തെ ഇതുണ്ടല്ലോടാ, മറ്റേ മൊബൈലിൽ നമ്മൾ കളിക്കുന്ന മിനി മിൽഷ്യ. അതില് വരെ ഇവരൊന്നും ഹാക്കില്ലാതെ കളിക്കാൻ പറ്റൂല. അതില് വരെ പാമ്പ് ആപ്പിൾ വിഴുങ്ങണ ഗെയിമില്ലേ, അതില് വരെ ഇടും. എനിക്കറിയാം. വാലില് മുട്ടിയാല് മറ്റേ ഇതില്ലാത്ത രീതിയിലല്ലേ ഔട്ടാവില്ല. വാലും കൂടെ തിന്നും പാമ്പ്. അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പ് ചെയ്യും. ഇത് VH മെമ്പർ ആണെന്ന്. VH മെമ്പർ ആണത്, ന്യൂ മെമ്പർ. ഇന്നലെ കേറിയെന്തോ. കൺഗ്രാറ്റ്സ്. വാവ്, നൈസ് എൻട്രി ബ്രോ. ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. വെടിവീരനാണെന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ നിനക്കൊക്കെ നിങ്ങൾ ഈ PvP കളിക്കുന്ന പ്ലേയേഴ്സിനോടാ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ല, നാളെ ഇനി ഇവിടുന്ന് ഒരുത്തിനെ പിടിച്ചാലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ. ഗൈസ്, കഴിവില്ലാതെ ഇത് കളിക്കരുത്. എന്തിനു ഇത് കളിക്കണേ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി? ഇത് ആരെ കാണിക്കാനാ? എടാ ഫോർ എക്സാമ്പിൾ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു പുതിയ ഗ്യാങ്ങായിട്ട് അവർ തുടങ്ങിയതാ. ആ തുടങ്ങിയ ഗ്യാങ്ങിൽ മര്യാദയ്ക്ക് കളിച്ചിരുന്ന നിനക്കൊരു എക്സ്പോഷർ കിട്ടിയാനെ. ആ എക്സ്പോഷറിന് മുമ്പിൽ ആളാവാൻ പോയി ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചിട്ടല്ലേ ഇപ്പൊ പിടി വീണത്. മര്യാദക്ക് കളിച്ചിരുന്നെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാറുന്നല്ലോടാ നിനക്കൊക്കെ. കഷ്ടം തന്നെ, കഷ്ടം. ഒന്നേ പറയാനുള്ളൂ, ഒരേ സ്ഥലത്ത് കഷ്ടം. പിന്നെ ഇപ്പോഴും ഞാൻ പറയാണ്, ഈ ബ്ലഡിനെ അധികം റിക്രൂട്ട് ചെയ്യണത് നാശത്തിലേക്കാണ് നിങ്ങളുടെയൊക്കെ പോക്ക്. ആരോടും പൊതുവേ പറയാണ്, എല്ലാവരുടെ അടുത്തും പറയാ. ഞാൻ അങ്ങനെ എന്നെ ഒരാളുടെ അടുത്തായിട്ട് പറയണതല്ല. ഒന്ന് ശ്രദ്ധിച്ചോ. നമുക്കിനി ഇതിനകത്തൊന്നും ഇടപെടാൻ താല്പര്യമില്ലേ? നിങ്ങൾ ആരെ വേണേ എടുത്തോ, ആരെ വേണേ കളഞ്ഞോ, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ കാണേണ്ടി വരും ഇടക്കിടക്ക്. അതല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മള് കണ്ടോളാം. എനിക്ക് ഇതിലൊന്നും സമയം കളയാൻ താല്പര്യമില്ല. ഇതൊന്നും കാണല്ലേ അണ്ണാ. Hey Maria, we are poor. Just get rid of this. We can raise him proper. Yeah, I will not let him born. Doctor, I don't want him. I want to abort him. ശരത്തേട്ടൻ വന്നോ VC-യിൽ? ഹലോ. ഇല്ല ഞാൻ ചോദിച്ചാണ്. അല്ല, ഇതിനകത്ത് ഇടയ്ക്ക് സൗണ്ട് ഇതിനകത്ത് നിന്നാണോ? അതേ സൗണ്ടല്ലേ? അത് ശരത്തേട്ടനാണ് ഞാൻ വിചാരിച്ചേട്ടാ. I want to abort him. No, we won't let you do. But we don't have enough money to cover his expenses. No matter what, we won't let you abort him. ഓടാ, ശരിക്കും ശരിക്കുള്ളതാ. എന്റെ അമ്മോ. എടാ അതെനിക്ക് അറിഞ്ഞൂടാ. ഇത് എന്നറിയണ സത്യമായിട്ടും. ശരിക്കും പുള്ളി അബോട്ട് ചെയ്യാൻ നോക്കിയതാ. പുള്ളിയുടെ അങ്ങനത്തെ എന്തൊക്കെ സീനൊക്കെ ഉണ്ട്. അമ്പോ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. അവിടുന്ന് ഇപ്പൊ എവിടെ നിക്കണല്ലേടാ? അതല്ലേ, അതാ ഞാൻ ആലോചിക്കണേ. എന്റെ അമ്മോ, റെസ്പെക്ട്. അക്കാര്യത്തിലൊക്കെ അതൊക്കെ ഇനി നിങ്ങൾ ഇനി എത്ര ഹേറ്റർ ആണെന്ന് പറഞ്ഞാലും ഗൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ അടുത്തൊരു കളിയുടെ സ്പിരിറ്റിന്റെ വെളിയിൽ ആ റെസ്പെക്ട് ഒക്കെ നമ്മൾ കാണിക്കണം. അതെ 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 അതെ. അലക്സാണ്ടർ ഫെർഗൂസൻ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് 10 മരക്കഷ്ണങ്ങളെ നൽകൂ, കൂടെ അവനെയും നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഞാൻ നേടിത്തരാം. കാരണം മധ്യനിരയിൽ അയാൾ ഒരു കൊടുങ്കാറ്റായിരുന്നു. ഏത് സമ്മർദ്ദഘട്ടത്തിലും വളരെ ശാന്തനായിക്കൊണ്ട് പുൽമേടുകളിൽ ആടിപ്പടരാൻ അയാൾക്ക് സാധിക്കും. റൊണാൾഡീഞ്ഞോയും പാവൽ നെഡ്വിഡും അഴിഞ്ഞാടിയിരുന്ന മധ്യനിരയിൽ അയാളുടെ മികവിനാൽ സ്വന്തം നാമം എഴുതി ചേർക്കാൻ അയാൾക്ക് അധിക നാൾ വേണ്ടി വന്നില്ല. 2001 അക്കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി യുവന്റസിൽ ആടിത്തിമർത്തുകൊണ്ട് കാൽപന്ത് കളിയുടെ വീര്യമുറങ്ങുന്ന സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് ചേക്കേറുമ്പോൾ പതിവിലും വിപരീതമായി തികച്ചും വ്യത്യസ്തമായ
മാറുന്ന 5-ാം നമ്പർ ജേഴ്സി ആയിരുന്നു അയാൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് കാൽപന്ത് കളി അടക്കി ഭരിക്കാൻ കെൽപ്പുള്ള ഗലാക്റ്റിക്കോസ് എന്ന റയൽ മാഡ്രിഡിന്റെ തുറുപ്പു ചീട്ടുകളായിരുന്നു. അന്നവർക്കെതിരെ നിൽക്കാൻ ഏതൊരു ടീമും തെല്ലും ഭയന്നിരിക്കണം. 2006-ൽ അന്ന് ലോകത്തിലെ ഏതൊരു ടീമും ഭയന്നിരുന്ന റൊണാൾഡോ, റൊണാൾഡിനോ, കഫു തുടങ്ങിയ ലോകോത്തര താരങ്ങളടങ്ങിയ കാലടിപ്പടയെ വരെ മധ്യനിരയിലെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് അയാൾ വിരൽത്തുമ്പിൽ നിർത്തിയത് ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാനാവില്ല. അന്ന് അയാളുടെ പ്രകടനം കണ്ടു നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ ഏറെ നിസ്സഹായതയോടെ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും ബ്രസീൽ പുറത്തായി. എന്നാൽ അതേ വേൾഡ് കപ്പിൽ തന്നെ അസൂരിപ്പടകൾക്കെതിരെ ഗോൾ നേടിയിട്ട് പോലും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുനിന്ന കളിയിൽ തന്റെ സഹോദരിയെ കുറിച്ച് മോശമായ രീതിയിൽ കളിയാക്കിയ ഇറ്റാലിയൻ സെന്റർ ബാക്ക് മാർക്കോ മറ്റരാസിയെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് പോലും പുല്ലുവില നൽകിക്കൊണ്ട് അന്നേ ദിവസം തന്നെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച 10-ാം നമ്പറുകാരനെ ഇന്നും ഫ്രാൻസുകാർക്ക് മറക്കാനാവില്ല. ഒരു നല്ല എന്റെ അമ്മോ എന്താ കേട്ടത്? സിഡാൻ സീൻ. എനിക്ക് രോമാഞ്ചമൊക്കെ വന്ന്. കളിക്കാരന് ഒരു നല്ല കോച്ച് ആവാൻ കഴിയില്ല, ഒരു നല്ല കോച്ചിന് ഒരു നല്ല കളിക്കാരനും. എന്നെ ഈ പഴംപുരാണം തിരുത്തി എഴുതിക്കൊണ്ട് അതേ സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് അയാൾ ഒരിക്കൽ കൂടി മടങ്ങിയെത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗീസ് കുന്തമുനയുടെ മൂർച്ചകളെക്കാൾ അയാളെക്കാൾ ഭംഗിയായി മറ്റാർക്കും സാധിച്ചില്ല. അതേ കുന്തമുനയെ മുൻനിർത്തി ചരിത്രത്തിൽ ആദ്യമായ ഒരു ടീം 3 വർഷം തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നു. വിജയത്തിന്റെ ഉച്ചകോടിയിൽ എല്ലാം നേടിയ റയൽ മാഡ്രിഡിൽ നിന്നും അയാൾ വീണ്ടും പടിയിറങ്ങി. എന്നാലും ഇന്നും കാൽപന്ത് കളി അയാളെ പിന്തുടരുകയാണ്. ഇനി ഒരിക്കൽ കൂടി അയാളുടെ തിരിച്ചുവരവിനായി ഗലാക്റ്റിക്കോസിലെ നയതന്ത്രൻ, ഫ്രാൻസിന്റെ പടത്തലവൻ, സാന്റിയാഗോ ബെർണബ്യൂയുടെ സ്വന്തം സിനദീൻ സിദാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എന്ത് സാധനല്ലേ ഇപ്പൊ കണ്ടത്? റൊണാൾഡോ മാസ്റ്റർ ആ എടാ ഞാൻ അല്ല വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാന്. ഇപ്പൊ ഈ ഇന്റർനാഷണൽ പ്ലെയറിന് ഇപ്പൊ കോച്ചൊക്കെ ആവണം എന്നുള്ളൊരു സാധനം ലോകത്തെ ഇപ്പൊ എക്സാമ്പിൾ പോർച്ചുഗീസിന്റെ അല്ല പോർച്ചുഗലിന്റെ പ്ലെയർ ആയിട്ടുള്ള ഒരു പ്ലെയറിന് ഇപ്പൊ റിട്ടയർമെന്റിനൊക്കെ ശേഷം വേറെ ഏതെങ്കിലും ഒക്കെ ടീമിന്റെ ഇന്റർനാഷണൽ ടീമിന്റെ കോച്ചൊക്കെ ആവാൻ പറ്റുമോ? പറ്റുമോ? ഇങ്ങേരില്ലേ ഇപ്പൊ നമ്മുടെ പോർച്ചുഗലിലെ കോച്ച് സ്പെയിൻകാരനാണ്. ആണോ? ഉം. ഓ അങ്ങനെ പറ്റുമല്ലേ? റോബർട്ടോ മാർട്ടിനസ്. അപ്പൊ ഈ പറയണ മറ്റേ ഇതൊന്നും ഇല്ല, മറ്റേ നാഷണാലിറ്റി ഒന്നും മാറണ്ട? ഇല്ല അതൊന്നും പ്രശ്നമില്ല. കോച്ചിനല്ലേ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലേയേഴ്സിന് മാത്രമുള്ളല്ലേ നാഷണൽ? ബ്രസീലിന്റെ കോച്ച് ഇറ്റാലിക്കാരനാണ്, ആഞ്ചലോട്ടി. ഓക്കെ എനിക്ക് അറിയത്തില്ല, അത് ചോദിച്ചു. പ്ലേയേഴ്സ് മാത്രം മസ്റ്റ് ആയിട്ടും ക്രിക്കറ്റ് പോലെ തന്നെ. ഓക്കെ ടർഫ് തുടങ്ങിയോ? ഇല്ലല്ലോ, ഇല്ല തുടങ്ങിയിട്ടില്ല. സിനിമ പീക്ക് ഫുട്ബോൾ ലോഡിങ്. സത്യല്ലേ? രാജമോഹൻ സത്യല്ലേ? 3 യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഒരാൾ നിക്കണ നോക്ക്. ഇപ്പോഴും ഉണ്ട്. റൊണാൾഡോ ഫാൻ അത് പത്തനംതിട്ട കറണ്ട് വന്നു. സെമി ഫൈനൽ കാര്യമാണോ പറയുന്നത്? പോട്ടാ എടാ എന്നവരെ ഉണ്ടാ അവിടെ ഫുട്ബോൾ? ഇപ്പൊ 14-15 കളിയുണ്ട്. നീ അല്ലടാ ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഡിസംബർ വരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? നീ 2 മാസം വേൾഡ് കപ്പ്. അതെ ഡിസംബർ ഇവിടെ ആരോ അങ്ങനെ പറഞ്ഞായിരുന്നു. ഇവൻ തന്നെ ഇല്ല, 20-ാം തീയതി കളി തീരും, ജൂലൈ 20-ാം തീയതി. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുഴുവൻ ദേശീയ പ്രശ്നമാണ്. വാണം പേരെ രാജമോഹൻ ഒന്നും മുട്ടി നോക്കാം. സത്യം എന്നാടാ കളി? നാളെ ഫ്രാൻസും സ്പെയിനും എത്ര മണിക്ക്? നാളെ 11:00. 11:00 എന്തോ. നാളെ രാത്രി 11:00 കളി? എനിക്ക് എന്താ തോന്നുന്നത്, സ്പെയിൻ ജയിക്കുമെന്ന് എനിക്കൊരു ചെറിയൊരു ഞാൻ എന്റെ RDR വാഗ്ദാനം കൊടുത്തും പോയി. അടിക്കും കളി 12:00. രാജമോനെ ചെയ്ത് കളി രാജമോനേക്ക്. 19 വയസ്സുള്ളല്ലേ ഇവന്? 19 വയസ്സുള്ളൂ. മോളിലിങ്ങനെ 39 വയസ്സ്. എംബാപ്പയ്ക്ക് എത്ര വയസ്സുണ്ട്? 23. എംബാപ്പയ്ക്ക് 27. എന്നാലും ഒരു 39-40 ഇവിടെ ഇരിക്കുന്നുണ്ട്. യമാലിനെക്കാലം 20 വയസ്സ് മൂത്തതാണ്. ഉയ്യോ, യമാലിനെക്കാലം 20 വർഷം
എന്റെ അമ്മോ അത് എന്ത് കമ്പാരിസൺ അല്ലേ? ഡബിൾ ഡബിൾ അവർക്കെന്റെ ചാവ് കാണും. കുലകുളി അടിയന്തരത്തിന് ചോറും തിന്നും. തന്നില്ലാ പടപ്പുകളുടെ അഹങ്കാരം. ചങ്ങിനും വെള്ളയ്ക്ക് ഉണ്ട കയറ്റി തന്നെ കൊണ്ടുവരും. തൊട്ടില്ല ചെയ്യണം. മുന്നിൽ പോയി നിൽക്കില്ല. വിട്ടുക്ക് വരയ്ക്കും. കെച്ചിയത് കാത്തിക്കും വരഞ്ഞറ പിള്ളേര്. എടാ ഒരു പോൾട്ടേടാ, ആർക്കാ വോട്ട് കൂടുതൽ നോക്കട്ടെടാ. 4 ടീമിന്റെ പോൾട്ടേ. പെട്ടെന്ന് ഇട്ടടാ നോക്കട്ടെ. A player created a fully functioning computer inside Minecraft, seeing a player create a Minecraft inside a Minecraft. of Minecraft. You mean to play Minecraft, right? Because you can't build computers inside of the game. Creating the biggest redstone invention Minecraft has ever seen. 3 of the best redstone users came together to build a functioning computer inside the game. Okay, that's impressive, but I'm sure it doesn't work. There are 8 kilobytes of redstone memory. What? 6 kilobytes of graphics memory. There are full-on hardware acceleration units. Dude, they somehow made 256 gigabytes of RAM. That's better than any computer I've ever had. The size of the graphics processor is 1.3 million blocks big. How do you do അവന്റെ ജീവിതം അതിനകത്ത് കളഞ്ഞിട്ടുണ്ടാവല്ലേ? do this inside of the game? And the computer screen is 96 by 64 pixels. Okay, but surely this computer doesn't work because it's made of redstone. With all of these components, it allowed the players to play Minecraft inside of Minecraft. They played Minecraft inside of Minecraft. That is correct. So what's stopping us from playing other games inside of Minecraft? Nothing. സ്ലാഷ് ബോൾ അടിക്കണ്ട ഗൈസ്, ബോൾട്ട് ഓട്ടോമാറ്റിക് വരും. ഇല്ല ടഫ് സ്റ്റാർട്ട് ആയിട്ടില്ല. ഈ സ്കൈഡാർസ് എടാ ഇവനൊക്കെ ഉണ്ടല്ലോ, ആവശ്യമുള്ളപ്പം ഇല്ലാത്തപ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന് വായ്ത്താളം അടിച്ചിരിക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. എന്റെ കോലത്തിലൊന്ന് ക്ഷണിച്ചായിരുന്നു. ഈ മറ്റേ ഫിഫ കിഡ് അർജന്റീന കാശ് കൊടുത്തു. ഈ അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിന്റെ നെറ്റ്വർത്തും നിങ്ങളുടെയൊക്കെ സ്വയം പ്രഖ്യാപിത കുറെ ആടുകളുടെ പോക്കറ്റിലെ കാശും കൂടെ ഒന്ന് നോക്കണം. 10 ഇരട്ടി കാണും. ദാമക്ക് കൈ കുരു എടുത്ത് കൊടുക്കാൻ. ഈ 79 മിനിറ്റ് വരെ ആ റഫറി അച്ചാന്ന് വിളിച്ചവന്മാര് വരെ ഇതിലുണ്ട്. 79 മിനിറ്റ് കഴിഞ്ഞപ്പോ അങ്ങേരെ അച്ഛനെ വിളിക്കാൻ തുടങ്ങി. അല്ല ഇനി മനസ്സിലാവില്ല. അത് അത്രയും നേരം അർജന്റീനയും കാശ് കൊടുക്കാൻ പറ്റില്ല. ബാങ്ക് സെർവർ ഡൗൺ ആയിരുന്നു. എങ്ങനെയൊക്കെ കിടന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീയൊക്കെ എന്തിനീ പരസ്പരം കമന്റ് ബോക്സിൽ ചെന്നിരുന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോ നിന്റെ അമ്മയുടെ അച്ഛന്റെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെയൊക്കെ മാമീനെയും കൊച്ചത്തിന്റെയൊക്കെ മക്കളാ മെസ്സി റൊണാൾഡോ ഒക്കെ. ആ ഒരു സ്പിരിറ്റ് ആ ഒരു ഇത് എല്ലാം വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കണ അച്ഛനമ്മയും പിടിച്ചിടുന്ന എന്തിനാടാ ഇതില്? പൊട്ടന്മാരാടാ. നിനക്കൊക്കെ തലച്ചോറ വേറെ വല്ലതാ ഇരിക്കണത്. വേറെ കുറെ ഇന്നലെ റൊണാൾഡോയുടെ കുറെ ഫ്ലക്സ് കുത്തി കീറിയിട്ട് മാസം എന്ന് പറഞ്ഞിട്ട് തീട്ട നീയൊക്കെ കൂടുതൽ ഡെക്കറേഷൻ വേറെ രീതിയിലാണ് ഇത് കൊണ്ടുപോകണത്. മറ്റേ പാലസ്തീൻ പ്രശ്നം, ഇസ്രായേലിന്റെ ഫ്ലാഗ് കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെടാൻ നിൽക്കരുത്. നല്ല കളി കാണുമ്പോൾ ആസ്വദിച്ച് അങ്ങ് എണീച്ച് പോകാം. രാവിലെ എണീച്ച് ജോലിക്ക് പോയില്ലടാ, ഞാനും പോണം. ബൈ എന്ത് ട്രാൻസ്ഫറിനാണ് കാര്യം പറഞ്ഞിട്ട് പോയല്ലേ? നമുക്ക് പോയട്ടാ. ഫ്രാൻസ് 41%, അർജന്റീന 52%, സ്പെയിൻ 4%, ഇംഗ്ലണ്ട് 4%. 3300 പേര് വോട്ട് ചെയ്തേക്കുന്ന അർജന്റീനയ്ക്ക്, 3000 പേര് ഫ്രാൻസിന്. നാളെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സ്പെയിൻ ജയിക്കും. നാളെ ആരൊക്കെ? സ്പെയിനും ഫ്രാൻസോ? ഫ്രാൻസ് സ്പെയിൻ പ്രശ്നക്കളി. പോൾ കാണില്ല, ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതാണ് കറന്റ്ലി ഉള്ള പോൾ. ഇതാണ് 4400 പേര് വോട്ട് ചെയ്തേക്കുന്ന അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഫ്രാൻസ് ആണ് അത് കഴിഞ്ഞുള്ള. എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസിന് നല്ല ഫാൻ ബേസ് ഉള്ള ടീമാണോ അതോ
മെസ്സിയെ ഇഷ്ടമല്ലാത്തോണ്ട് വോട്ട് ചെയ്യണതാണോ? ഇപ്പം കുറച്ചുപേര് അങ്ങനെ കയറിയിട്ടുണ്ട്. ബ്രസീലും പോർച്ചുഗലും കുറച്ച് അതെ, എംബാപ്പനെയൊക്കെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവരെ കാട്ടി കൂടുതൽ ഇതിന്റെ അവര് എംബാപ്പയ്ക്ക് ഉള്ളതുകൊണ്ട് നല്ല ടീം ആവണമല്ലോ അതുവരെ. അല്ല, ഫ്രാൻസ് അടിപൊളി ടീമാണ്. ഫ്രാൻസ് അടിപൊളി ടീമാണ്. അതന്നെ ഞാൻ പറഞ്ഞതേ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ കാട്ടി കൂടുതൽ ഹേറ്റേഴ്സ് ആയിട്ട് ഈ അർജന്റീന ഹേറ്റേഴ്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്തവന്മാരാണ്. മനസ്സിലായ? ഓ, ഫ്രാൻസ് അർജന്റീന ഏകദേശം കട്ടക്ക് ഉണ്ട് കേട്ടോ. 49% അർജന്റീനയ്ക്കും 43%. ഇത് നമ്മുടെ അകത്താണേ. ആ ടർഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിസ്റ്റുകളല്ലേ. ഹലോ, ഇതെന്താ POV കഴിഞ്ഞായിരുന്നു? അങ്ങനെ കാണിക്കത്തില്ല ബ്രോ. POV ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡെസ്റ്റോടെ POV ഇല്ല. അവന്റെ ലൈവ് കാണിക്കും POV ഉള്ളത്. അവൻ ലൈവ് ഉള്ളതാണ് ഞാൻ ജസ്റ്റ് ചുമ്മാ നീലിന്റെ ഇത് നോക്കിയത്. അവന്റെ ലൈവ് കാണിക്കും, ഡെസ്റ്റോടെ ലൈവ് കാണിക്കും. ഓക്കെ പോയിന്റിലോട്ട് വരാം. come to the point. Who is single right now? മനുഷ്യനല്ലേ പുള്ളേ. Who's that? My boyfriend. Best. Do you want to see my future wife? Yeah, that's this. എനിക്ക് ഇങ്ങനത്തെ കോണ്ടന്റ് കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ഹിപ്സ്റ്ററിനെയാ. സത്യം പറയാലോ, അതിലവൻ ബെസ്റ്റ് ആയിരുന്നു. അതിലവൻ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. പക്ഷെ അവൻ ഡിസപ്പിയർ ആയതുപോലെ അങ്ങ് പോയല്ലേ. Wow, very interesting. എന്നിട്ട് എന്താ ചേട്ടാ പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. Sure, I will marry you. Don't worry, okay? ചെവി പോണടാ എന്റെ ചെവി. Started watching RP as a MRC fan. At last become the fan of the boss. ഏതൊക്കെ ലെവലിലാണ് PR ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കി. ഏതൊക്കെ ലെവലില് ഇവനും PR ഇവന് പ്രത്യേകിച്ച് സാലറി ഉണ്ട്. പെർ വീഡിയോ പെർ ഡിസ്കൗണ്ട് ഇങ്ങനെ പറയുന്നത്. ഇതിലാണോ നിങ്ങളുടെ ഇതെന്നെ കട്ട് ചെയ്ത് കേട്ടോ, കണ്ടന്റ് ആക്കിയായിരുന്നു കേട്ടോ എന്നെ. ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ തിരിച്ച് ഞാൻ 6 പാക്ക് ബിൽഡ് ചെയ്തിട്ട് ഇതിനു വേണ്ടി സംസാരിക്കുള്ളൂ. ബസ്സിലെന്ന് പറയണത് ഈ കാര്യത്തിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല അവനെ. എന്ന് വാ പൊത്തി മിണ്ടാതിരിക്കുക, അതേ നടക്കുള്ളൂ. അത് വാ പൊത്തി ഇങ്ങനെ ഇരിക്കണം, ഇന്ന് കണ്ടുകൊണ്ടിരിക്കണം, എന്നാലേ മനസ്സിലായോ? വാ അടച്ചോണം. ദിസ് മൂവി സോ അണ്ടർറേറ്റഡ് ആൻഡ് ദ സോങ്സ്. പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പടം, എനിക്ക് ഇഷ്ടമാണ്. മൊത്തല്ലേ നല്ല പടം ഗൈസ്, കാണാത്തവർ കണ്ടു നോക്ക്. ഇല്ല അങ്ങനത്തെ അപ്പാപ്പനെ കണി കൊണ്ടാണ് ഇന്ന് തുടങ്ങുന്നത്. അതെ അതെ അതെ, ഐശ്വര്യത്തിന്റെ ദിവസമായിരിക്കുന്നത്. BGM അതിലല്ല. അത് BGM അതിലല്ല, BGM അതിലല്ലടാ. അത് വേറെ ഏതോ പടത്തിലെ BGM അത് അല്ലേ? ആ പടത്തിലെ അല്ലല്ലോ ആ BGM. അതല്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല ആ പടത്തിലാണെന്ന്. അപ്പാപ്പനെ കണി കൊണ്ടാണ് ഇന്ന്
തുടങ്ങുന്നത്. അതെ അതെ അതെ. ഐശ്വര്യത്തിന്റെ ദിവസമായിരിക്കുന്നത്. ഇൻസ്റ്റയിൽ 1 മില്യൺ അടിച്ചു. കോമയിലായിരുന്നോ? ഹൃദയത്തിലെ വിജയമല്ലേ. ഞാൻ 1 മില്യൺ അടിച്ചിട്ട് 4 മാസമായി. എന്തോ ഇത് ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നത്. എന്ത് ശബ്ദം? അയ്യേ അയ്യേ സോ ചീപ്പ് കേട്ടാ. ഓടി വരണ നോക്കി. ഇതിനകത്തോട്ട് വന്നപ്പോ വലുതായി പറയട്ടെ. ഇല്ലല്ല ജോക്കി, ഞാൻ AFK ആയിരുന്നു. പറഞ്ഞു എന്ത് പറഞ്ഞേ? ഞാൻ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. അത് റെഡി ആക്കിയില്ലായിരുന്നോ? അവരുണ്ട് ഒരു കാര്യം പറയണ്ടാ. ഹലോ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചന്ദ്രനെയൊക്കെ പോയിട്ട് ജഡ്ജിംഗ് പാനലിൽ ഇരുത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാ പിന്നെ ജോക്കി ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട. ചന്ദ്രൻ ഞാനോട് ചെയ്തോളാം. അത് കിട്ടിയായിരുന്നു കേട്ടോ പുള്ളിക്ക്. അത് നല്ല പോലെ. ഞാൻ വരുന്നില്ല. അയ്യേ അയ്യോ. The 31 waiting for a reply ticket from the admins to discuss about RP character. എടാ സ്കൈഡാക്സേ, എടാ നീ ബാക്കി എല്ലാത്തിനും നിനക്ക് സ്പെയിനിന്റെ ഫ്രാൻസിന്റെ ജേഴ്സി മേടിക്കാൻ പോകാൻ സമയമുണ്ട്. നിനക്ക് ഇവിടെ വന്നിരുന്ന് രാത്രി ഇരുന്ന് ഗോട്ടും കാട്ടത്തിന്റെ ഇത് പറയാനുള്ള സമയമുണ്ട്. നിന്നോട് എത്ര ദിവസമായിട്ട് ഞാൻ പറയാം ഈ പയ്യന്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് RP ക്യാരക്ടറിന്റെ അത് എന്തോന്നൊന്ന് ചോദിക്കാൻ. ചോദിക്കാം നാളെ തന്നെ ചോദിച്ച് ഇപ്പൊ തന്നെ റിപ്ലൈ തരും. വേണമെന്ന് സ്കൈഡാക്സിനെ വിളിക്കുന്നത് ശരത്തേട്ടൻ ചാറ്റില്. ശരത്തേട്ടൻ വെൽക്കം സ്ട്രീം. ശരത്തേട്ടൻ വെൽക്കം. ഇവിടെ ഉണ്ട്, ആളിവിടെ തന്നെ ഉണ്ട്. എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പാർട്ട്മെന്റ്സ്. ഇതെന്താ കട്ടില്? വേണ്ടേ ഇങ്ങനെയൊക്കെ ശരിക്കും കട്ടില് പണിയൂ? എടാ ദൂരെ ഓടി വന്ന് ഈ ബെഡിലോട്ട് ഇങ്ങനെ ചാടുമ്പോ കോർണറിൽ വന്ന് ഇടിക്കുന്ന എനിക്ക് വിരലില്ലേ ആലോചിക്കാൻ പോലും വയ്യ. എന്റെ ബെഡിന് വെളിയിൽ തന്നെ വേറൊരു സൈഡിലൊരു കോർണറിലൊരു സാധനം ഉണ്ട്. അത് തന്നെ സഹിക്കാൻ പറ്റുള്ള. എന്താ പറഞ്ഞ കേട്ടില്ല. സ്റ്റെബിലിറ്റി ഉണ്ടാവും അല്ലേ? ഇത്രയും വലിയ കട്ടിലൊക്കെ, ഇത്രയും സ്റ്റെബിലിറ്റി ഉള്ള കട്ടിലൊക്കെ വേണം അല്ലേ നിനക്ക്? നടുവി വെച്ച മരമല്ലേ ഫ്രെയിം മാത്രം. Me and their machines. Men and their machines ആണ്. ഞാൻ മീ എന്ന് ആദ്യം കണ്ട. സോറി, men and their machines. ഇവന്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? എന്താ വീണില്ലേ ജേക്കബിനെ പോലെ? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, നമ്മുടെ ഈ വണ്ടിയും പോലീസാണ്. നമുക്ക് എന്റെ അമ്മോ.
ഇത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കാ അറിയാം. ഈ വീട്ടിലെ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മേടിച്ച വണ്ടി കൊടുക്കേണ്ട വന്നുള്ള ഗതികേടുണ്ടല്ലോ, അത് വേറൊരു പെയിന്. അത് ആർക്കും പറയാൻ പറ്റില്ല. അത് പറഞ്ഞ ഒരാളെ വേറൊരാളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു മെഷീനാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാ അത്. അത് വെച്ചാൽ അവർക്ക് ഒരു വണ്ടിയല്ലേ ഇതല്ലേ എന്നുള്ളൊരു സാധനമാണ്. ആ ഇമോഷൻ അറ്റാച്ച്മെന്റ് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ എവിടെയൊക്കെ പോണ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരാളെന്നൊരു കമ്പാനി എന്നൊരു ഇമ്പോർട്ടൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അത് വണ്ടി കൊണ്ടു നടക്കുന്നവർക്ക് ആ സ്നേഹം മനസ്സിലാവുള്ളൂ സത്യം പറഞ്ഞു. ഏബലിന്റെ 1v3യോ? ഏബലിന്റെ 1v3 എന്തിലെ 1v3? ഇപ്പോഴത്തെ കളിയിലോ? ടർഫിലുണ്ടോ? ഇവിടെ വന്ന് പിള്ളേരെ നോക്കട്ടെ 1v3 കാണിച്ചേ. ഇവിടെ അണ്ണാ സെൽട്ടോസ് സെല്ലിങ് അല്ലടേ, സെൽട്ടോസിന്റെ എക്സോസ്റ്റ് മാറ്റുവാ. അതുകൊണ്ട് വേറെ വെക്കാൻ വേണ്ടിട്ടാ. ആ എക്സോസ്റ്റ് കൊടുത്തിട്ട് വേറെ എക്സോസ്റ്റ് വെക്കാൻ. പേരും പറഞ്ഞൊന്ന് വാങ്ങിയാലോ മക്കളെ, ഇതാണ് വാതില്, സ്വർഗത്തിന്റെ വാതില്. ഇതാര് അന്നല്ലേ ഗൈസ്, ഞാൻ ഇത് മേടിക്കാൻ വേണ്ടി ചോദിച്ചു. ഇൻക്ലൂഡിങ് ഷിപ്മെന്റ് ഇവിടെ വരുമ്പോ 9 ലക്ഷം 11 ലക്ഷം രൂപയൊക്കെ അടുപ്പിച്ചാവും. 11 ലക്ഷോ? 9 ലക്ഷം ഈ വണ്ടിക്ക് ഇതിന്. എന്താ കേട്ടില്ല? ഒരു ബൈക്ക് വാങ്ങിക്കുമല്ലോ ഞാൻ. അതല്ല പറഞ്ഞത്. നല്ല റേറ്റ് ആണ് ഇതിവിടെ കിട്ടത്തില്ല. ഇത് മൊത്തം അവർ ഫുള്ളി പാക്ക് ചെയ്ത് ഇവിടുത്തെ കസ്റ്റംസ് ഒക്കെ കൊടുക്കണം. ഭയങ്കര അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട് എല്ലാം കൂടെ. ഞാൻ പറയട്ടെ സംഭവം, ഞാൻ കടയിൽ പോയി കേട്ടാ, സൂപ്പർ മാർക്കറ്റില് 2 പാല് വാങ്ങിച്ചോണ്ട് വന്ന്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ അത് കേടായ പാല് തൈരാണ് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് ഞാൻ. നീയിപ്പോ ചായക്ക് വരെ ലസ്സി ഉണ്ടാക്കി കുടി. എന്ത് ചെയ്യാ? ലസ്സി ഉണ്ടാക്കണ ഈസി ആയിട്ട്. ലസ്സി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി നോക്ക്. പാല് വാങ്ങിച്ചോണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോ അത് കേടന്ന്. ഞാൻ എന്താ വിചാരിച്ചു, ചീത്തയെ പാല് മേടിച്ചോണ്ട് വന്നെന്നാണ് ഉദ്ദേശിച്ചത്. മലയാളം ഇംഗ്ലീഷിട്ട് ഒരുമിച്ച് പറഞ്ഞു ചേട്ടാ. അണ്ണാ സുഡൂസ് കസ്റ്റംസിനോട് പറഞ്ഞാൽ അവരുണ്ടാക്കി തരുമെന്ന്. ആണാ? ആ പുള്ളിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി എടുത്ത് പറഞ്ഞു ദേവൂട്ടന് ഒരു വണ്ടി ഉണ്ടാക്കിപ്പിച്ചാലോ. അല്ല ദേവൂട്ടന് എനിക്കല്ലടാ, ദേവൂട്ടന് എനിക്ക് സെൽട്ടോസ് ഒക്കെ ഉണ്ടല്ലോടാ. എനിക്ക് സെൽട്ടോസും BMW ഒക്കെ ഉണ്ടല്ലോടാ. ഇല്ല അവ ഇപ്പൊ കാർന്ന് പറയും. കാർ പറയിപ്പിച്ചു. ആ രഘുലേ രഘുലുണ്ടോ ഇവിടെ? കേടായ പയ്യനുണ്ടോ ഇവിടെ? ഹലോ, അത് പിന്നെ മറന്നു പോകും കേട്ടാ. അവൾക്ക് മനസ്സിലായി. രഘുലേ, നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തല്ലേ ഇവിടെ പ്രശ്നങ്ങൾ വേറെ ആവും. നമ്മുടെ പയ്യനെ വിട്ടേക്ക്. എന്തിനതൊക്കെ TV വിൻ ചെയ്യുമ്പോൾ പറയാറില്ലേ അവർക്ക് അഡ്മിൻ സപ്പോർട്ട് ഉണ്ട്, TVയുടെ സെർവറാണ് എന്ന പോലെയാണ് അർജന്റീനയുടെ കാര്യം. വിൻ ചെയ്യുമ്പോൾ ഫിഫ ബോയ് ആകും, ഫിഫയെ വിളിക്കുവാങ്ങും, അങ്ങനെ ഓ മനസ്സിലായി. എനിക്കിതിൽ തിരിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ. പറഞ്ഞാൽ ഞാൻ TVയുടെ സെർവർ ആകൂലേ അത്. എടാ രഘുലേ, മൈക്കോളാക്കിയടാ. ബെറ്റ് വെച്ചിട്ട് പോ. ആമ്പിളാരെ പോലെ സംസാരിക്കണം, ആമ്പിളാരെ പോലെ. ഇപ്പൊ മൈക്ക് ഓണാക്കിയ ബെറ്റില് 30% ഡിസ്കൗണ്ട് തരാം. വേറെന്താ പരിപാടിക്ക് പോയെന്നോ? അവൻ കേട് ലസ്സി ഉണ്ടാക്കാൻ പോയതാണ്. ഹേമന്താണ് പഴയ ഡ്രോയിങ് അല്ലേ ഇത്? അവൻ പേര് റോളക്സ്. അവൻ പേര് ദില്ലി.
വന്നോ അളിയ ഒരു 10,000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടെ. 10,000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ഇടാൻ. എങ്ങനെ? എപ്പം തരും? എപ്പം പൈസ വന്നോണ്ട് ഇട്ട് തരാം. എന്ന് വരും? 1-ാം തീയതി. എല്ലാ മാസം 1-ാം തീയതി ഉണ്ടല്ലോ. എന്ന് വരും? അത് പറ. ഞാൻ മറന്നെന്നാണ് വിചാരിച്ചേ. ഞാൻ മറന്നെന്ന്. എടാ നിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഈ 10,000 രൂപ നഷ്ടമായത്. മനസ്സിലായോ? നിന്റെ കരച്ചിലൊന്നും ഇതാക്കണ. എനിക്ക് പൈസ കിട്ടണം. അടുത്ത് തന്നില്ലെങ്കിൽ നീ ഷണ്ണ്. ഒരു രക്ഷയില്ല. ആസ് ഓൾവേസ് കിടിലം. ഒന്നും പറയല്ല. നൈസ്. വണ്ടി എന്റെ വണ്ടിക്കൊക്കെ അങ്ങനത്തെ ഐഡന്റിറ്റി ഒക്കെയാണോ കിട്ടണം? വണ്ടി ഇതല്ലേ വേറെ വണ്ടി. അവ ഇന്നൽ പ്രസന്റ് ആക്ക പോറാ. എടാ ഇതിന് ഹർലിൻ എന്നൊരു പേരുണ്ട് ആ വണ്ടിക്ക്. അത് വണ്ടി അവ ഇന്നൽ പ്രസന്റ് ആക്ക പോറാ. തെരിയുമാ അത്? ഗൈസ് എന്നെ പറ്റി എന്ത് തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിലെന്ന് നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നോക്കി. ഇതിനകത്തേക്ക് ഏതെങ്കിലും പെങ്കൊച്ചിനെ ഞാൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഈ ടോക്സിസിറ്റി കാരണമാണ് ഞാൻ അത് ബ്രേക്കപ്പ് ആക്കിയത്. ഈ ടോക്സിസിറ്റി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ഫേക്ക് അലിഗേഷൻസ് എന്നെ മാനസികമായിട്ട് എന്നെ ഒരുപാട് ബാധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് നിർത്തിയത്. പല പരിപാടികൾ ഒരേ സ്ഥലത്ത് എല്ലാ പെൺപിള്ളാരെയും ഈ വണ്ടിക്കകത്ത് കയറ്റി നാട്ടുകാരെ മൊത്തം കയറ്റി. വേണ്ട എലി. ആ കോച്ചിനെ തന്നെ ഞാൻ പിന്നെ സഹിക്കും. പക്ഷെ എന്റെ വണ്ടിയിലാണ് തൊട്ടത്. നിന്റെ സ്കൂളിൽ ഞാൻ കത്തിച്ചിരിക്കും. ഇത് ഞാൻ ഇന്നാ കാണണേ. கடிவண்டி காமக்கண்ணன் வண்டியானது. உன்னோட எக்ஸோட வண்டி அப்ப இவ்ளோ இது பண்றான். அவனை எவ்ளோ லவ் பண்ணா தெரியுமா அலி? ஐயோ வெட்டன்னு കണ്ടപ്പോൾ രണ്ടും കൂടി അഭിനയിക്കുന്നുണ്ടാ. അടുത്ത മിഷൻ സെറ്റ്. മിഷൻ എലി വിദ്യാലയ കത്തിക്ക് ഞാൻ പെട്രോൾ ഒഴിച്ച്. ഒരു സംശയമില്ല. ഗോകുനോട് ലൈവ് വരാൻ പറയുമോ? അവനിവിടെ ഉണ്ടോ ഗോകു? അവനോട് ലൈവ് ഇടിക്കാം. ഞാൻ